ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ നമ്മളിന്നൊരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഊട്ടിയിലേക്കാണ്. ഊട്ടിയിൽ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് റോസ് ഗാർഡനിലും ബൊട്ടാനിക്കൽ ഗാർഡനിലും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ള് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് എവിടെയും ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഈ വർഷത്തെ ഫ്ലവർ ഷോയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ചു. കാര്യം കഴിഞ്ഞ വർഷം അവിടെ ഫ്ലവർ ഷോ ചെയ്തപ്പോഴും നമ്മൾ അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാലിനായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ ഫ്ലവർ ഷോന് സ്റ്റേജ് ഷോസും കൂടെ ഉണ്ട് എല്ലാ ഈവനിങ്ങും, ആ ഒരു 10 ദിവസം. അതിൽ ഒരു ദിവസം നമ്മളായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പോൾ ഇത്തവണത്തെ ഫ്ലവർ ഷോ നമ്മൾ ഷോ ആയിട്ട് കാണാൻ പോവാമെന്ന് വിചാരിച്ച് ഫാമിലി ആയിട്ടാണ് പോകാൻ നിൽക്കുന്നത്. അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ 3 പേരും. അപ്പോൾ അങ്ങനെ ആ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ട്രിപ്പും ആവുമല്ലോ അങ്ങനെ വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊരു ചെറിയ വ്ളോഗാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് പോണ വഴി ഷോയും കാര്യങ്ങളും ഫ്ലവർ ഷോയും ഒക്കെ കാണാം. അപ്പോൾ നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് എല്ലാവരും തമ്മിൽ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ടൈമായി. അപ്പോൾ അച്ഛനെയും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കിളിക്കുട്ടന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കാണാൻ പറ്റും. വാളയാർ, കഞ്ചിക്കോട് ആ ഭാഗത്തു നിന്ന് തന്നെ ഇത് കണ്ടോ, വലിയൊരു മലയാണ്. പക്ഷെ ഫുള്ള് മേഘം, മഴമേഘമല്ല, മഞ്ഞുമേഘം മൂടി നിൽക്കുകയാണ്. ഈ സൈഡ് മൊത്തം മലയാണ്, പക്ഷെ മേഘം മൂടി നിൽക്കുകയാണ് കേട്ടോ. അത് രാവിലത്തെ ആ കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ രാവിലെ തന്നെ എഴുന്നേൽക്കാൻ മടിയായിട്ട് പിന്നെ എഴുന്നേറ്റ് ബാക്കിൽ ഇരുന്ന് ഉറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തുമ്പോഴത്തേക്കും വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവനെ. പിന്നെ നമ്മൾ കോയമ്പത്തൂർ ടൗണിലൂടെയാണ് പോകുന്നത്. ദ പോത്തീസ്, ശ്രീകുമരൻ തങ്കമാളിക ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ നമ്മളവിടെ മേട്ടുപ്പാളയം, അതായത് ഊട്ടി ഹെയർ പിൻ വളവ് കയറുന്നതിന് മുമ്പായിട്ടുള്ളൊരു കൊങ്ങു റെസ്റ്റോറൻറ്റിലായിട്ടോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ തന്നെ മിക്കവാറും തന്നെ ഇലകളിലാണല്ലോ നമുക്ക് ഫുഡ് തരുന്നത്. പ്ലേറ്റ്സ് അധികം കുറവാണ്. അപ്പോൾ നമ്മൾ ദോശയും ഭൂരി, ഞാനൊരു പൊടി ദോശയൊക്കെ ആയിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സമയം വൈകിയപ്പോഴത്തേക്കും കുറച്ച് ഹോട്ടൽ നോക്കി നടന്നു. ഹോട്ടലുകൾ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി പതുക്കെ ഊട്ടിയിലേക്ക് ഹെയർ പിൻ വളവൊക്കെ കയറി പോകാമെന്ന് വിചാരിച്ചു. ഇതങ്ങനെ ഊട്ടി ടൗണിലേക്ക് എത്തിയിട്ട്, പക്ഷേ നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം ഞങ്ങളൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഓൾറെഡി ആൾക്കാരുടെ ഒരു തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടാവുമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എപ്പോഴും ഊട്ടിയുടെ ഓർമ്മകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു പാലം നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്നതാണ്. കല്യാണത്തിന് മുമ്പും വാവാച്ചി കുഞ്ഞായിരുന്നപ്പോഴും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കതൊരു കണ്ണിലുടക്കിയ ഒരു പാലമാണത്. അങ്ങനെ നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് നമ്മൾ പോകുന്നു. ഈ ഒരു ചെടിക്കടയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ കുറച്ച് ഹെയർ പിൻ വളവ് കയറി കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടപ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ നമുക്കും വെറുതെ നിർത്താൻ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ നമ്മളും അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോഫി കുടിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അതിൻ്റെ മേലെ നോക്കുമ്പോൾ തന്നെ കുറേ ഹെയർ പിൻ വളവുകളും അതിലൂടെ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും ഫ്ലവർ ഷോ ആയതുകൊണ്ട് വഴി തിരിച്ചാണ് കേട്ടോ വണ്ടി വിടുന്നത്. അപ്പോൾ നമ്മളത് ഈ കോത്തഗിരി റൂട്ടിൻ്റെ ഇതിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല തേയിലത്തോട്ടം, അതും നല്ല പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കണ്ടപ്പോഴത്തേക്കും നല്ല കൊതിയായി.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറുന്നതിന് അവിടെ നിന്ന് ഒരു 10 രൂപ വെച്ച് കളക്ഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ തമിഴ്നാട് ടൂറിസത്തിൻ്റെ ആണോ അല്ലെങ്കിൽ വെറുതെ ആൾക്കാർ അവിടെ നിന്ന് എടുക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. ഒരു ടിക്കറ്റൊക്കെ നമുക്ക് എന്തായാലും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയേ. അതിൽ നിന്ന് തന്നെ നല്ല കളക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നു ആൾക്കാർക്ക്. കാരണം എല്ലാവരും തന്നെ കയറുന്നുണ്ട്. അച്ഛനും അമ്മയും അവിടെ തന്നെ വണ്ടിയിൽ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ എൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അത് ആസ്വദിച്ചു കേട്ടോ. നല്ല ഭംഗി തന്നെയാണ് ഈ പച്ചപ്പ് കാണാൻ നേരത്ത്. ഈ മലയുടെ അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം അവർ നിറയെ കല്ലും ഇതൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നോക്കിയിട്ടൊക്കെ പോയത്. പിന്നെ ഈ അട്ട ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അവിടെ ഒന്നും കണ്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ എൻഗേജ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങി. കുറേ ഫാമിലീസ് അവിടെ ഇതേപോലെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറച്ചങ്ങനെ എടുത്ത് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അതും വണ്ടി തിരിച്ച് വിട്ടത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ പറ്റിയത്. എല്ലായിടത്തും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു തേയിലത്തോട്ടം നല്ല ഒരു വെറൈറ്റി ആയിട്ട് നല്ല വേറൊരു പച്ചപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ വഴി വിട്ടായിരുന്നു അത് എടുക്കാൻ പറ്റി വീഡിയോസൊക്കെ. നമ്മുടെ വണ്ടി ഇവിടെയായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഈ വണ്ടി ഇട്ടതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കുമ്പോഴും അത്രത്തോളം ഈ പറഞ്ഞ ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കും, പറയാൻ പറ്റില്ല അത്രയും. പിന്നെ ക്യാരറ്റ് തോട്ടം, നിറയെ ക്യാരറ്റുകൾ കണ്ടു. അതുപോലെ ക്യാപ്സിക്കം, കോളിഫ്ലവർ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ നേരെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പാർക്കിങ് തമിഴ്നാട് ടൂറിസത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ അവിടെ നമ്മൾ നിർത്തി വണ്ടി നിർത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ അവർക്ക് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. 125 റുപ്പീസാണ് ടിക്കറ്റ് ഒരാൾക്കുള്ളത്. അങ്ങനെ തിരക്കുണ്ട് കുറച്ച്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം കൂടെ മഴയായിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ പോയ ദിവസം കുറച്ച് വെയിലൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയ പിന്നെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു വെറൈറ്റി ഒന്നും പറയാനില്ല. അത്രത്തോളം ഭംഗിയാണ്. ഡാലിയൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വാടി നിൽക്കുന്നുണ്ട് അതിനിടയിലും. പിന്നെ ഈ ഫ്ലവർ ഷോനായിട്ട് ഒരുക്കിയ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം ഇത്തിരി വെയിലടിച്ചിട്ടാണോ എന്നറിയില്ല, കുറച്ച് വാടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ജമന്തിപ്പൂവൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി അതിൻ്റെ വിത്ത് കിട്ടിയാലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്യൂരിറ്റി നമ്മളെ തല്ലി ഓടിക്കുമല്ലോ. അതുകൊണ്ട് ആ പരിപാടിക്ക് നിന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിറയെ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റാളുകളിലും നമുക്ക് ചെടി, എന്താ പറയുക, ഡാലിയ, സീനിയ അതിൻ്റെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും നിറയെ. പിന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ വിത്തുകളും ചെടികളൊക്കെ അവിടെ വിൽക്കാനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൂവ് എന്താണെൻ്റെ പേരെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഡാർക്ക് റെഡ്, റോസ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് ഡാർക്ക് റെഡ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ തന്നെ മഞ്ഞ, വൈറ്റ് അങ്ങനെ തുടങ്ങി നിറയെ ഉണ്ട്. നല്ല രസമുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാളിൻ്റെ ഏരിയയിലേക്കും, പിന്നെ അവിടെ സ്റ്റേജ് ഷോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവിടെ എല്ലാ ദിവസവും സ്റ്റേജ് ഷോസ് ഉണ്ടാകാറുണ്ട്. അവിടെ ആ ഭാഗത്തേക്കായിട്ടാണ് പോകുന്നത്.
കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് നമ്മൾ ഈ പറഞ്ഞ മസനഗുഡി, ഗൂഡല്ലൂർ ആ വഴി നമ്മൾ കേരളത്തിലേക്ക് പോകാമെന്നായിട്ട് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാ കുറേ മറ്റേ ബ്രൊക്കോളി, പിന്നെ അതുപോലെ തന്നെ ചൈനീസ് ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. കിലോ 160, 80 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഒപ്പം തന്നെ നമ്മളുടെ ഒപ്പം ഒരു 5 ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ എല്ലാവരും കൂടെ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത്. മോര് കാച്ചിയത്, ടൊമാറ്റോ ഫ്രൈ, പിന്നെ ബീഫ് വരട്ടിയത്, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്ന പോലെ നിർത്താമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നിർത്താനുള്ള സ്ഥലം എവിടെയും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വളവിലാണ് ഞങ്ങളെല്ലാവരും തന്നെ വണ്ടി നിർത്തി ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് നമ്മൾ മസനഗുഡി ആ ഒരു ഗൂഡല്ലൂർ ആ വഴിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം അവിടെ ഞങ്ങളെല്ലാവരും റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ഗൂഡല്ലൂർ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. അപ്പോഴും ആ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ടിംഗ് സ്പോട്ടിൻ്റെ അവിടെയും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു മഴക്കാറ് വരുന്ന പോലത്തെ ഒരു ചെറിയൊരു മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഷൂട്ടിംഗ് സ്പോട്ടിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് ക്യാരറ്റ് തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ പൈൻ മരങ്ങൾ അങ്ങനെയുള്ള ഇതിൻ്റെ ഇടയിലൂടെ തന്നെയായിരുന്നു നമ്മൾ പോകേണ്ടത്. പക്ഷെ നിറയെ തന്നെ വണ്ടികളായിരുന്നു ഫുള്ളായിട്ട്. പോകുന്ന വഴി നോക്കിയപ്പോഴാട്ടോ ഒരു മലയുടെ മേലെ ഒരാനേനെയാണ് ആദ്യം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ 4-5 ഉണ്ടായിരുന്നു ആനകൾ. എങ്ങനെയാണ് ഈ മലയുടെ മേലെ കയറി നിൽക്കുന്നതെന്ന് പോലും അറിയില്ല. നമുക്ക് അത്ഭുതമാവും. പക്ഷേ ഈ പാറക്കൂട്ടം കാണുമ്പോൾ ഈ ആനേനെ കാണില്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ആനകളൊക്കെ തന്നെയാണ് രാത്രി ഈ റൂട്ടിൽ ഇറങ്ങി വരുന്നതെന്ന് തന്നെയാണ് പറഞ്ഞത്. നിറയെ ആൾക്കാർ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4-5 ആനേനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മക്കളെ ധാരാളം പതിമൂന്നല്ലേ
അങ്ങനെ നല്ല രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കായിട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡേ ഒരു ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ, സി യു.